കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ കിളിക്കൂടിൻ്റെ പണികളെല്ലാം എല്ലാവരും തീർത്തതിനു ശേഷം നിധി കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ പ്രാർത്ഥനയോടെ ഭക്തിഗാനം ആലപിക്കുമ്പോഴേക്കും എല്ലാവരും അവരുടെ കൂടെ വന്ന് കൈകൂപ്പി നിൽക്കുന്നുണ്ട്. പിന്നീട് അവൾ ആ നിലവിളക്കെടുത്ത് ഉമ്മറത്തേക്ക് വെക്കുമ്പോഴേക്കും പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്ന സുധീഷും കണ്ടോടാ എന്ന മട്ടിൽ ഹരീഷിനിട്ടൊരു തട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാസ്കരൻ പാട്ടും പാടിക്കൊണ്ട് സൈക്കിളിൽ അങ്ങോട്ട് വരുന്നത്. വീടെല്ലാം ആകെയൊന്ന് നോക്കിക്കൊണ്ട് ഒരു പെണ്ണ് വന്ന് കയറിയതിന്റെ ഗുണം കാണാനുണ്ടെന്ന് പറഞ്ഞ് ഭാസ്കരൻ സൈക്കിളിൽ നിന്നിറങ്ങി താൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കുറ്റി താഴേക്കിട്ട് ചവിട്ടാൻ ഒരുങ്ങുമ്പോഴാണ് അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ആ ബീഡിക്കുറ്റിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. തലയിൽ കെട്ടിയ തോർത്തുമുണ്ടെല്ലാം അഴിച്ച് സന്തോഷത്തോടെ ചെരിപ്പിട്ടോണ്ട് ആ പടിക്കെട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കത്തിച്ചു വെച്ച നിലവിളക്ക് ഭാസ്കരൻ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാൽ പിൻവലിച്ച് ചെരുപ്പെല്ലാം ഒരിടത്തേക്ക് അഴിച്ചു മാറ്റിവെച്ച് ഭാസ്കരൻ സന്തോഷത്തോടെ ആ ഉമ്മറത്തേക്ക് കയറുന്നുണ്ട്. പിന്നീട് സുധീഷ് ഉമ്മറത്തിട്ട ചാരുകസേരയിലിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് അലക്കാനുള്ള തുണികളും ഒരു ബക്കറ്റിലാക്കി അതിലെ വരുന്നത്. ചേട്ടൻ അലക്കാൻ പോവുകയാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ലടാ, നനച്ചു വെക്കാൻ. അലക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി തുണികളെല്ലാം നനച്ചു വെക്കുമ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തുന്ന നിധിയും ആ കാഴ്ച കാണുന്നുണ്ട്. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷും തുണികളെല്ലാം നനച്ചു വെക്കുന്ന സുഭാഷും. അവൾ സുധീഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അതെ, ഈ വീട്ടിലെ മുഴുവൻ പണികളും ചെയ്യുന്നത് നിങ്ങളുടെ ചേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ ചിരിയോടെ അതെ എന്ന് സുധീഷും. നിങ്ങളുടെയൊക്കെ തുണി അലക്കുന്നതും ചേട്ടനാ എന്ന് നിധി ചോദിക്കുമ്പോൾ പണ്ട് മുതലേ അത് അങ്ങനെയാ എന്തേ എന്ന് ചിരിയോടെ സുധീഷും. നാണമില്ലേ നിങ്ങൾക്കൊന്നും എന്ന് നിധി ചോദിക്കുമ്പോൾ എന്തിനാ ഇപ്പൊ നാണിക്കുന്നേ എന്ന് സുധീഷും. കഷ്ടം, എന്തൊക്കെ ജോലികളാ സുഭാഷ് ഏട്ടൻ ചെയ്യുന്നത്. അലക്കണം, തുടയ്ക്കണം, പാചകം ചെയ്യണം, ഇതിനൊക്കെ ഇടയിൽ സ്വന്തം ജോലിയും ചെയ്യണം. ഒന്നുമില്ലെങ്കിലും ഒരുപാട് വലിയ പ്രൊജക്ട്സിന്റെ സൂപ്പർവൈസർ അല്ലേ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷും ഞെട്ടുന്നുണ്ട്. അത് കണ്ട് ഇയാളല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് നിധി ചോദിക്കുമ്പോൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റുണ്ട്. അതെ അതെ, സൂപ്പർവൈസർ ആണെന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? സ്വന്തം തുണിയെങ്കിലും ഒന്ന് അലക്കിക്കൂടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതിപ്പോ നോക്കാം, അല്ലെങ്കിലും ചേട്ടൻ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ. ഞാനേ ഒരു കോള് ചെയ്യട്ടെ, ഹലോ പറയടാ എന്നും പറഞ്ഞ് സുധീഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് സുഭാഷ് അവിടെ മുറ്റമെല്ലാം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ടെത്തി സുഭാഷ് ഏട്ടാ എന്താ കഴിക്കാനെന്ന് ചോദിക്കുന്നത്. ദോശയാണെന്ന് സുഭാഷ് പറയുമ്പോൾ എന്നും ഈ ദോശ മാത്രമേ ഉള്ളൂ എന്ന് സുധീഷും. അല്ലടാ, നിനക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാൻ രാവിലെ എന്ന് സുഭാഷ് അവനെ വഴക്കു പറയുമ്പോഴാണ് നിധി അങ്ങോട്ടെത്തി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നത്. ദോശ റെഡിയാ, ഇപ്പൊ എടുക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ അതല്ല, എനിക്ക് സുഭാഷ് ഏട്ടനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനുണ്ടായിരുന്നു എന്ന് നിധിയും. എനിക്കറിയാം, റൂമിന്റെ കാര്യമല്ലേ, ഓർമ്മയുണ്ട്, ഞാൻ പല സ്ഥലത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ് ആയിട്ടൊരു സ്ഥലം കിട്ടിയ അപ്പൊ പറയാം. സത്യമായിട്ടും ഞാൻ നോക്കുന്നുണ്ടെന്ന് സുഭാഷ് പറയുമ്പോ അതല്ല സുഭാഷ് ഏട്ടാ, ഇത് വേറൊരു കാര്യമെന്ന് നിധിയും. വേറെന്ത് ഹെൽപ്പ് പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാമെന്ന് സുധീഷ് പറയുമ്പോൾ ഇത് ഇയാളെ കൊണ്ട് പറ്റില്ല, സുഭാഷ് ഏട്ടനെ കഴിയൂ എന്ന് സുധീഷിനോടായി പറഞ്ഞ് ജോലിയുടെ കാര്യത്തിന് സുഭാഷ് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് നിധി പറയുന്നത് കേട്ട് സുഭാഷ് ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷിന് സുധീഷ് അന്ന് പണി സൈറ്റിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാ. സുഭാഷ് ഏട്ടൻ ഏതെങ്കിലും ആർക്കിടെക്റ്റിനോട് പറഞ്ഞ് അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ചേട്ടനോട് പറഞ്ഞ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്നേ ഞാൻ വാക്ക് കൊടുത്തുപോയി എന്നവൻ പറഞ്ഞതോർക്ക് സുധീഷും പരങ്ങളോടെ നിൽപ്പുണ്ട്. സുഭാഷ് ഏട്ടൻ ഒരുപാട് കമ്പനികളുടെ പ്രോജക്റ്റ് എടുത്ത് ചെയ്യാറില്ലേ, എവിടെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി വാങ്ങിത്തരാൻ പറ്റുമോ? സുധീഷ് പറഞ്ഞത് സുഭാഷ് ഏട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്നാ എന്ന് നിധി പറയുമ്പോൾ പരുങ്ങളോടെ ഇയാളെപ്പോലെ എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കിടെക്റ്റ് ഒന്നും അല്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞല്ലോ സൂപ്പർവൈസർ ആണെന്ന് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് വീണ്ടും പരുങ്ങളോടെ അതെ അതെ എന്ന് പറയുമ്പോഴേക്കും അതെ മോളെ, ഞാൻ കുറച്ച് പണിക്കാരെയൊക്കെ വെച്ച് സൈറ്റിൽ ഇങ്ങനെ എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷ് ചാടിക്കയറി അത് തന്നെ ഈ പണിക്കാരൊക്കെ വെച്ച് എല്ലാ പണികളും സൂപ്പർവൈസ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് ചില ഡിസൈൻസ് ഒക്കെ വരയ്ക്കും അല്ലേ ഏട്ടാ എന്ന് സുഭാഷ് ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ് എന്ന് നിധി പറയുമ്പോൾ അതിനെന്താ ചെയ്യാമെന്ന് സുഭാഷും. അല്ലെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കൂടെ നിർത്തിയാലും മതി എന്ന് നിധി പറയുമ്പോൾ ഞെട്ടലോടെ എന്റെ കൂടെയോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ ഇരുന്ന് ബോറടിക്കും സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ അയ്യോ അതൊന്നും ശരിയാവില്ലെന്ന് സുഭാഷും. ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് ഏട്ടൻ എപ്പോഴും സൈറ്റിലാ ഇരിക്കുന്നെ, നിധിക്ക് നല്ലത് ഏതെങ്കിലും ഒരു കമ്പനിയിലുള്ള ജോലിയാ അല്ലേ എന്ന് സുഭാഷിനോടായി പറയുമ്പോഴേക്കും ഞങ്ങൾക്കും സൈറ്റിലൊക്കെ പോവേണ്ടി വരുമെന്ന് നിധി പറയുമ്പോൾ
എപ്പോഴും ഇങ്ങനെ സൈറ്റിലൊന്നും പോവണ്ടാത്ത ഒരു ജോലി സുഭാഷ് ഏട്ടൻ ശരിയാക്കി തരും, അതുപോലെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ഓക്കെ ആണല്ലോ അല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോ ഓ ഓക്കെ നമുക്ക് നോക്കാം എന്ന് സുഭാഷും പറയുമ്പോഴേക്കും താങ്ക്സ് പറഞ്ഞ് നിധിയും അവിടുന്ന് പോകുന്നുണ്ട്. സുഭാഷ് ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും സുധീഷ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ സുഭാഷ് തന്റെ ചൂലെടുത്ത് അവനിട്ടൊരു ഏറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് ഞാൻ എടാ കൊണ്ട് പെടുത്തിയില്ലടാ നീ എന്നെ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. വീട്ടിൽ ആളില്ലാത്ത ആ സന്ധ്യയ്ക്ക് വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് നിധി ഡൈനിങ് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും വരുന്നുണ്ടോന്നും ശ്രദ്ധിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പാട്ടും പാടിക്കൊണ്ട് ബീഡിയും വലിച്ച് ഭാസ്കരൻ ഒരു സൈക്കിളിൽ അങ്ങോട്ടെത്തുന്നത്. ബീഡിയും വലിച്ച് പാട്ടും പാടി ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അകത്ത് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ബീഡിയെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഭാസ്കരൻ ഉമ്മറത്തേക്ക് കയറി ഇവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ ഡൈനിങ് ഹാളിലേക്ക് കയറി ചെന്ന് ഇത്രയും വലിയൊരു വീട്ടില് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് രാത്രി അവന്മാർ എവിടെ പോയെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. നികേഷ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോൾ ഇത്തിരിയെങ്കിലും മര്യാദ വേണ്ട അവന്മാർക്ക് എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ ഇരുന്ന ജഗ്ഗിലെ വെള്ളമെടുത്ത് വാ മുട്ടിച്ച് കുടിക്കുന്നുണ്ട്. നിധി അത് കണ്ട് വേവലാതിയോടെ നിൽക്കുമ്പോഴേക്കും തന്റെ അരയിൽ നിന്ന് ഒരു ബ്രാൻഡി കുപ്പിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചോണ്ട് ഭാസ്കരൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ബ്രാൻഡിയും വെള്ളവും എടുത്തോണ്ട് അദ്ദേഹം നിധിയുടെ മുമ്പിൽ തന്നെ ആ നിലത്തേക്ക് ഇരുന്ന് ഗ്ലാസ്സിലേക്ക് ബ്രാൻഡിയും വെള്ളവും ഒഴിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്നുണ്ട്. പിന്നീട് പാട്ടെല്ലാം പാടിക്കൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു അച്ചാറിന്റെ പാക്കറ്റ് എടുത്ത് അതും ടേസ്റ്റ് ചെയ്ത് വീണ്ടും ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി ഒഴിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത്. കറണ്ട് പോകാൻ കണ്ട സമയം എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ ബ്രാൻഡി എടുത്ത് കുടിക്കുമ്പോഴേക്കും നിധി തന്റെ മൊബൈലെടുത്ത് ടോർച്ച് ഓണാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഭാസ്കരന്റെ മുഖത്തേക്ക് ലൈറ്റ് വീഴുമ്പോഴേക്കും ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞ് നിധി മൊബൈൽ മാറ്റുമ്പോഴേക്കും മുഖത്തടിക്കല്ലെന്ന് ഭാസ്കരനും. നിധി അവിടെയെല്ലാം ആ മൊബൈൽ വെളിച്ചത്തിൽ തീപ്പെട്ടി തിരഞ്ഞ് കാണാതെ ഭാസ്കരന്റെ അടുത്തേക്ക് വന്ന് തീപ്പെട്ടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പാട്ട് പാടിക്കൊണ്ടിരുന്ന ഭാസ്കരൻ തനിക്ക് കേൾക്കുന്നില്ലെന്ന് ആംഗ്യം കാണിച്ച് വീണ്ടും പാട്ട് പാടാൻ തുടങ്ങുമ്പോഴേക്കും തീപ്പെട്ടിയുണ്ടോ എന്ന് നിധി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഭാസ്കരനും പാട്ട് നിർത്തിക്കൊണ്ട് തീപ്പെട്ടിയോ ഇല്ല ലൈറ്ററുണ്ട് വേണോ എന്ന് ചോദിക്കുന്ന കേട്ട് നിധി സംശയത്തോടെ നിൽക്കണ കണ്ട് എന്താ എന്ന് ഭാസ്കരനും. ലൈറ്റർ കൊണ്ട് സ്വാമി വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ പാടുണ്ടോ ആ അറിയില്ല ഞാൻ പാട്ട് പാടാതെ അത് പോയി കത്തിക്കട്ടെ എന്ന് ചോദിച്ച് ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ആ ലൈറ്റർ വെച്ച് ആ വിളക്ക് തെളിയിച്ച് അവിടെ പ്രാർത്ഥനയോടെ കൈകൂപ്പി നിന്ന് പ്രകാശമേ നയിച്ചാലും എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവിടെയുള്ള ചേരിൽ തട്ടി വീഴാൻ പോകുന്നുണ്ട്. അയ്യോന്ന് നിധി പേടിയോടെ വിളിക്കുമ്പോഴേക്കും ഡോണ്ട് മേക്ക് നോയ്സ് എസ്പെഷ്യലി അയ്യോ ടൈപ്പ് നോയ്സ് നോ ഐ ആം സ്റ്റഡി ഭാസ്കരൻ ഈസ് ഓൾവേസ് സ്റ്റഡി എന്ന് പറഞ്ഞ് വീണ്ടും ആ ബ്രാൻഡി കുപ്പിയുടെ അരികിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഐ ആം ഓക്കെ ലുക്ക് ഒരു തീ കത്തിക്കാൻ വേറൊരു തീ മതി അതിനി ലൈറ്റർ ആണെങ്കിലും തീപ്പെട്ടിയാണെങ്കിലും എന്ന് പറഞ്ഞ് മൊബൈൽ വെട്ടവും പിടിച്ചോണ്ടിരിക്കുന്ന നിധിയോടായി അല്ല മോളെ നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ ഇരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഇരിക്കും മോളെ യു ആർ ആൻ എഡ്യൂക്കേറ്റഡ് ഗേൾ റിച്ച് ഗേൾ നോൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഐ എം എ വേസ്റ്റ് വെറും വേസ്റ്റ് ഇരിക്കു കുട്ടി എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധിയും ഭാസ്കരൻ അഭിമുഖമായി ആ നിലത്തേക്ക് ഇരിക്കുന്നുണ്ട്. അല്ല നിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി എന്ന് നിധിയും. അല്ല ഇവിടെ കാറ്റ് നന്നായിട്ട് കിട്ടും ഒപ്പം കൊതുകും ധാരാളമായി വരും മോസ്കിറ്റോ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല പക്ഷേ എന്ത് ചെയ്യാനാ കാറ്റ് വേണമെങ്കിൽ കൊതുകടി സഹിക്കണം കൊതുകുകടി ഒഴിവാക്കി അടച്ചിരുന്നാലോ കാറ്റുമില്ല എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിയോടെ കുറച്ച് ബ്രാൻഡി എടുത്ത് കുടിച്ച് ടച്ചിങ്സിനായി അച്ചാറും കൂട്ടുന്നുണ്ട്. നിധി അത് നോക്കിയിരിക്കുമ്പോഴേക്കും മനുഷ്യ ജീവിതത്തെ കുറിക്കുന്ന ഒരു മഹാപ്രേളിക ഞാൻ വളരെ സിമ്പിളായിട്ട് കൊച്ചിന് പറഞ്ഞു തന്നെയാ അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. ഈ വീട് കണ്ടില്ലേ ഇറ്റ്സ് നോട്ട് എ ഹോം ഇറ്റ്സ് എ പാലസ് ഫോർ മീ ഇതെന്റെ മുത്തച്ഛൻ ഉണ്ടാക്കിയതാ എന്റെ അച്ഛൻ ഇവിടെ ജനിച്ചു ഞാൻ ഇവിടെ ജനിച്ചു ആൻഡ് മൈ സൺസ് ആ 3 generations ബോൺ ഹിയർ എനിക്കൊരു ബ്രദറും ഉണ്ട് അവൻ എന്നെ വല്ലാതെ മാനിക്കാറൊന്നുമില്ല ഞാൻ അവനെ മൈൻഡ് ചെയ്യാറുമില്ല ഐ ഡോണ്ട് കെയർ വൈ ഷുഡ് ഐ കെയർ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഫീലിംഗ്സ് ആർ മ്യൂച്വൽ വാട്ട് ഫീലിംഗ്സ് ആർ മ്യൂച്വൽ എന്ന് ഭാസ്കരൻ പറയുന്ന കേട്ട് നിധി അമ്പരപ്പോഴെ നോക്കുന്നു കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ഭാസ്കരനും ചിരിയോടെ ചോദിക്കുന്നുണ്ട്. കള്ളം കുടിച്ചിരിക്കണ നേരത്തെ വായിന്ന് വരുന്ന ഇംഗ്ലീഷ് കേട്ടിട്ടാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നത് കേട്ട് അമ്പരപ്പോടെ അതെ എന്ന് നിധി തലയാട്ടുന്നുണ്ട്. ഐ നോ 6 ലാംഗ്വേജസ് എനിക്ക് വന്ന് 6 മൊഴികളെ പേസ തെരിയും എന്ന് പറഞ്ഞ് പല ഭാഷകളിലായി തനിക്ക് 6 ഭാഷകളിൽ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറി ഇന്ത്യ മുഴുവൻ ഓടിച്ചതാ 26 ഇയേഴ്സ് ഡ്രൈവിംഗ് കിങ് ഇനി പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കെ നിധി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇരിക്കു കുട്ടി ബാക്കി പറയട്ടെ ഇരിക്ക്
ബോറടിക്കുന്നുണ്ടല്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും നിധിയും വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ആണുങ്ങൾ മാത്രമല്ല പെണ്ണൊരുത്തിയും ഉണ്ടായിരുന്നു. പെണ്ണെന്ന് പറഞ്ഞ തനി തങ്കം, 22 ക്യാരറ്റ് ഒന്നുമല്ല, 100% പ്യൂരിറ്റിയുള്ള ആള് എന്ന് പറഞ്ഞ് ചിരിയോടെ. എന്നിട്ട് എവിടെയെന്നാണോ ഒരു ദിവസം അവൾ പോയെന്ന് പറഞ്ഞ് ഭാസ്കരൻ സങ്കടത്തോടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന ഗാനം പാടിക്കൊണ്ട് വീണ്ടും ഗ്ലാസ്സിലെ ബ്രാൻഡി കുടിക്കുന്നുണ്ട് ഭാസ്കരൻ. പാട്ടിനിടയിൽ സങ്കടം വരുന്ന ഭാസ്കരൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് കുറച്ച് മദ്യമൊഴിച്ചുകൊണ്ട് വെള്ളമൊഴിക്കാതെ എടുത്തങ്ങ് കുടിക്കുന്നുണ്ട്. നിധി പേടിയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഭാസ്കരനും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നിധി പേടിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സുധീഷും നികേഷും കൂടി സുധീഷിന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നത്. അപ്പോഴും ഭാസ്കരൻ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഏട്ടത്തി എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല അതാണെന്ന് നിധിയും. കറണ്ട് ഇല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴാണ് അകത്തുനിന്നുള്ള പാട്ട് കേൾക്കുന്നത്. അത് കേട്ട് അടി തുടങ്ങിയെന്ന് നികേഷും. എന്തു ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുമ്പോഴേക്കും കറണ്ട് വരുന്നുണ്ട്. മൊബൈലിലെ ടോർച്ച് ഓഫ് ആക്കിക്കൊണ്ട് അവിടെ ഇരിക്കാൻ ഇത്തിരി പ്രയാസം തോന്നി എന്ന് നിധി പറയുമ്പോൾ നല്ല ഫിറ്റായിരിക്കുമല്ലേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. എടോ വല്ല ഉപദ്രവം ചെയ്തോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഏയ് ഇല്ലില്ല, പഴയ കഥകൾ പറയായിരുന്നു എന്ന് നിധിയും. എന്ത് കഥ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പുള്ളിയുടെ കുറെ കഥകൾ. ഇടയ്ക്ക് കുറെ കരഞ്ഞു, എനിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്ന് നിധി പറയുമ്പോൾ അതെ, ഈ കരച്ചിലൊക്കെ പുള്ളിയുടെ അടവാ, കള്ളകത്തു ചെന്ന സ്ഥിരം പരിപാടിയെന്നേ, ഏതായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സുധീഷ് മുന്നേ നടന്നു പോകുമ്പോഴേക്കും അടവൊന്നുമല്ല, അച്ഛൻ ആത്മാർത്ഥമായിട്ടാ കരഞ്ഞതെന്ന് നിധി നികേഷിനോടായി പറയുമ്പോൾ എന്തിനെന്ന് നികേഷും. അമ്മയുടെ കാര്യം പറഞ്ഞിട്ടെന്ന് നിധി പറയുമ്പോൾ എന്തു പറഞ്ഞുന്ന് നികേഷ്. തങ്കം പോലെ പ്യുവറായ ഒരാളുണ്ടായിരുന്നു, പോയി എന്ന് പറഞ്ഞു. അത് കേൾക്കെ പോയതല്ലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അമ്പരപ്പോടെ പിന്നെ എന്ന് നിധിയും. ഏട്ടത്തി വാന്ന് പറഞ്ഞ് നികേഷ് നിധിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. സുധീഷ് അകത്തോട്ടെത്തുമ്പോഴേക്കും 7ാമതും ഭാസ്കരൻ സൂര്യകിരീടം വീണുടഞ്ഞു പാടിക്കൊണ്ടിരിക്കുക. സുധീഷ് അദ്ദേഹത്തെ കൈ കൊട്ടി വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്കൊന്ന് പെരുമാറാൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ സംശയത്തോടെ നോക്കുമ്പോഴേക്കും നിധിയുടെ അടുത്ത് നിങ്ങൾ എന്തിനാ സംസാരിക്കാൻ പോയത് എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് ഭാസ്കരൻ പാട്ട് പാടിക്കൊണ്ട് കാലിയായ ആ ബ്രാൻഡിക്കുപ്പി എടുത്ത് തീർത്ഥമെല്ലാം മാഞ്ഞുപോയി എന്ന് പാടുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ പാട്ട് എന്ന് ദേഷ്യത്തോടെ സുധീഷ് പറയുമ്പോൾ ഡാഡാ നീ വേണേൽ എന്നെ തെറിവിളിച്ചോ, പക്ഷേ പാട്ടിനെ പറയരുത്, ഇറ്റ്സ് ഡിവൈൻ, ദൈവികം എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. ദേ കള്ളും കുടിച്ച് ഈ ദൈവിക പരിപാടി ഇവിടെ വേണ്ടാന്ന് നിങ്ങളുടെ അടുത്ത് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ ഡാ സ്വർഗത്തിൽ സോമരസം നുകർന്ന ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ പാർട്ടി വെച്ചിരിക്കുന്നത് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ എന്നാ പിന്നെ നിങ്ങളെ ജീവനോടെ സ്വർഗത്തിലേക്ക് അങ്ങ് അയക്കാം മതിയോ എന്ന് ദേഷ്യത്തോടെ സുധീഷൻ ചോദിക്കുന്നുണ്ട്. അയ്യോ നീ ആയിട്ട് എന്നെ അയക്കണ്ടടാ, ഐ ആം ഓൾറെഡി ഇൻ സ്വർഗം, ഡു നോട്ട് ഡു ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് മൈ സൺ എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സാന്ദ്ര എടുത്തിയെ വിളിച്ച് തൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിധി ആവശ്യപ്പെടുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.